കോൺഗ്രസ് പാർട്ടി പലപ്പോഴും കോൺഗ്രസ് പാർട്ടിയുടെ ഒരു വലിയ വിഷയം നമുക്ക് പറയുന്നത് കോൺഗ്രസ്സുകാർക്ക് ചരിത്രം അറിയില്ല. കോമാളി ചരിത്രം കോമാളിയാണ്. ഇവർ അകാരണമായി നുണ പറയുന്നു, അങ്ങനെ പറയരുത്, കാരണത്തോടു കൂടി തന്നെ നുണ പറയുന്നു എന്നുള്ളതാണ്. ചില കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടി കൃത്യമായിട്ട് നുണ പറയും. അതിന് തലപ്പത്തന്നെ നിൽക്കുന്ന മനുഷ്യൻ വി.ഡി. സതീശൻ അസാരമായിട്ട് നുണകൾ പറയുന്നു എന്നുള്ളത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ തെളിയിച്ച ഒരു കാര്യമാണ്. പെൻഷൻ മുടക്കിയത് LDF അല്ലാതെ മറ്റാരാണ്? പരീക്ഷ താമസിപ്പിച്ചത് LDF അല്ലാതെ മറ്റാരാണ്? ഇങ്ങനെ ഉറപ്പില്ലാതെ നുണ പറയാൻ കഴിയുന്നത് കോൺഗ്രസ്സുകാർക്കല്ലാതെ മറ്റാർക്കാണ്? അത് മാത്രമല്ല, ഇവർക്ക് ചാനൽ ചർച്ചകളിൽ വരുമ്പോൾ ഇവരും സംഘികളൊക്കെ ഒരേപോലെ കണക്കാം. ഇവർക്കൊന്നും കാര്യങ്ങൾ പറഞ്ഞു മുന്നോട്ട് പോകാനുള്ള ഒരു കഴിവില്ല എന്നുള്ളതാണ്. കാര്യങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോവില്ല, വൃത്തിയായിട്ടൊന്നും സംസാരിക്കില്ല. അതിന്റെ ഒരു അസൽ തെളിവ് കാണിച്ചു തരാം. കോൺഗ്രസ്സുകാർക്ക് ചരിത്രം അറിയില്ല. കോമാളി ചരിത്രം കോമാളിയാണ്. എനിക്ക് പറയാൻ ഇടപെട്ടേ പറ്റുള്ളൂ. തോമസ് ഐസക് രമേശ് പിഷാരടിനെ കോമാളി എന്ന് വിളിച്ചപ്പോൾ താങ്കൾക്ക് പ്രശ്നമായിരുന്നല്ലോ. ഇപ്പൊ പ്രശ്നമില്ലേ കോമാളിനെ താങ്കൾ വിളിക്കുമ്പോൾ? അയ്യേ വിളിച്ചുകൊണ്ട് ഒരു ചർച്ചയ്ക്ക് ചുറ്റും നിലവിളിച്ചുകൊണ്ട് നടക്കുന്ന ഒരു കോൺഗ്രസ് പ്രതിനിധിയുടെ അനുഭവം എന്റെ ഇത്തരം ഒരു സംവാദ ജീവിതത്തിൽ ആദ്യം കാണുകയാണ്. ഇരിക്കട്ടെ, ഞാൻ അതൊന്നും മോശമാണെന്ന് പറയില്ല. കോൺഗ്രസിന്റെ യഥാർത്ഥ നിലവാരം ഇങ്ങനെയൊക്കെ കാണിക്കാറുണ്ട് എന്നേ ഞാൻ കരുതുന്നുള്ളൂ. ഞാൻ അതിൽ കുറച്ചൊന്നും കരുതുന്നില്ല. അപ്പൊ ആ നിലവാരം എന്തായാലും അങ്ങ് തുടരുക. എനിക്ക് എല്ലാ ഭാഗങ്ങളുമാണ് എനിക്ക് അക്കാര്യത്തിൽ നേരാനുള്ളത്. പിന്നെ ഇവിടെ ഉയർന്നു വന്ന പ്രശ്നമല്ല, അങ്ങനെ ഇടപെടണ്ട. അല്ല, അങ്ങനെ ഇടയ്ക്ക് നിങ്ങൾ ആ ചർച്ച കണ്ടോ? ആ ചർച്ച നടത്തുന്നു ആര്യപ്പി എന്ന് പറയുന്ന ആ ചാനൽ പ്രവർത്തകയാണ്. തൊട്ടുപുറത്ത് LDF വേണ്ടി സംസാരിക്കാൻ അറിയിക്കുന്ന ജെയ്ക്ക് സി തോമസ് എന്ന് പറയുന്ന മനുഷ്യനാണ്. കോൺഗ്രസിന് വേണ്ടി അവിടെ സംസാരിക്കുന്നത് VR അനൂപ് എന്ന് പറയുന്ന ഒരു ചങ്ങാതിയാണ്. നിങ്ങൾ ആ ചർച്ചയുടെ ഉടനീളം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അസലായിട്ട് തെറി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ VR അനൂപ്. അപ്പോഴൊന്നും ജയ്ക്ക് ഇടപെടുന്നില്ല. പിന്നീട് ജയ്ക്ക് സംസാരിക്കാനുള്ള ഒരു അവസരം ചോദിച്ചു വാങ്ങിക്കുന്നു. എനിക്ക് ഇടപെടാൻ അനുവാദം തരുമോ എന്ന് ചോദിച്ചപ്പോൾ അത് കിട്ടിയപ്പോൾ ജയ്ക്ക് സംസാരിക്കുമ്പോൾ കോമാളി എന്നും മോശപ്പെട്ടെന്നുള്ള ഭയങ്കര അസഭ്യമായ രീതിയിൽ ഇടപെട്ടുകൊണ്ട് മുഖത്തൊക്കെ ആ ഒരു എന്താ പറയുക ദേഷ്യത്തിന്റെ എല്ലാ ഭാവങ്ങളും കാണിച്ചുകൊണ്ടാണ് VR അനൂപ് സംസാരിക്കുന്നത്. ഈ ചാനൽ ചർച്ച കാണുന്ന ആർക്കും മനസ്സിലാകും ജെയ്ക്ക് സി തോമസ് എത്രയോ മാന്യമായിട്ടാണ് സംസാരിക്കുന്നതെന്നും VR അനൂപ് എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരൻ വഷളനായിട്ടാണ് അവിടെ ഇടപെടുന്നുള്ളത്. നോക്കി നോക്കൂ. നിലവാരമില്ലാത്ത വർത്തമാനം പറഞ്ഞാൽ ഞങ്ങൾ തന്നെ ഇടപെടും. എന്താ ഇതൊരു മര്യാദയാണോ? കോൺഗ്രസ്സുകാർ ചരിത്രമില്ലാത്ത ആളുകളാണ്. ഇങ്ങോട്ട് വരണ്ട. കോൺഗ്രസ് ഓഫീസിൽ എവിടെ ഇരിക്കും? മര്യാദയ്ക്ക് കോൺഗ്രസ്സുകാർക്ക് ചരിത്രം അറിയില്ല. കോമാളി ചരിത്രം കോമാളിയാണ്. എനിക്ക് പറയാൻ ഇടപെട്ടേ പറ്റുള്ളൂ. തോമസ് ഐസക് രമേശ് പിഷാരടിനെ കോമാളി എന്ന് വിളിച്ചപ്പോൾ താങ്കൾക്ക് പ്രശ്നമായിരുന്നല്ലോ. ഇപ്പൊ പ്രശ്നമില്ലേ കോമാളിനെ താങ്കൾ വിളിക്കുമ്പോൾ? യഥാർത്ഥ കോമാളി ജയിക്കാണെന്നേ. യഥാർത്ഥ കോമാളി ജയിക്ക പിഷാരടിയല്ല. ചർച്ചയിൽ വന്ന് കോമാളി ജയിക്ക. അനൂപ്, ഒരു ചർച്ചയിൽ പാലിക്കേണ്ട മിനിമം നിലവാരമുണ്ട്. രമേശ് പിഷാരടിക്കെതിരെ തോമസ് ഐസക്കിന് ഖേദപ്രകടനം നടത്തേണ്ടി വന്നു. ആ വാക്കാണ് ഇപ്പോൾ താങ്കൾ ജയിക്കിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. അതിവിടെ അംഗീകരിക്കാൻ കഴിയില്ല. കണ്ടില്ലേ? അവസാനം ആ ചാനൽ പ്രവർത്തകയായിട്ടുള്ള ആര്യപ്പിക്ക് ഇടപെടേണ്ടി വന്നു. നിങ്ങൾ വഷളായിട്ടാണ് സംസാരിക്കുന്നത്, ഭയങ്കര മോശപ്പെട്ട സംസാരിക്കുന്നത്. ശരിയാണ്. നമ്മുടെ രമേശ് പിഷാരടിക്കെതിരെ തോമസ് ഐസക്ക് കോമാളികൾ എന്നൊരു വാക്ക് ഉപയോഗിച്ചു. പിറ്റേ ദിവസം തോമസ് ഐസക്ക് അതിനെക്കുറിച്ച് മാപ്പ് പറഞ്ഞു. എൻ്റെ വാക്കുകൾ പിഷാരടിയെ വേദനിപ്പിച്ചെങ്കിൽ എന്നോട് ക്ഷമിക്കുക എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാനത് ഇതിലൊന്ന് വെക്കാം. ഈ രാഷ്ട്രീയ മര്യാദ എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. കഴിഞ്ഞ ദിവസം തോമസ് ഐസക്ക് ഒരു ബൈറ്റ് കൊടുക്കുന്നതിനിടയ്ക്ക് ഈ കോമാളിത്തരങ്ങളൊക്കെ കളിച്ചടക്കുന്ന സിനിമാക്കാരെ കൊണ്ടുപോയിട്ട് സ്ഥാനാർത്ഥികളാക്കിയിരിക്കുന്നു എന്ന് പറയുന്ന ഒരു വർത്തമാനം പറഞ്ഞു. തീർച്ചയായിട്ടും അത് തോമസ് ഐസക്ക് പറഞ്ഞതാണ്. അങ്ങനത്തെ ഒരു വാക്ക് പറയാൻ പാടില്ലായിരുന്നു.
അതിന്റെ എതിരായിട്ട് കുറെ സമരം നടത്തിയാലൊന്നും സംസ്കാരം കിട്ടൂല എന്ന് അതിന് മറുപടിയായിട്ട് രമേശ് പിഷാരടി പറഞ്ഞു. ഇത് രണ്ടും കഴിഞ്ഞപ്പോഴും ഗംഭീര ചർച്ച നടക്കുന്നതിലൊക്കെയാണ് വളരെ മാന്യനായിട്ടുള്ള നമ്മുടെ തോമസ് ഐസക് സാറ് അങ്ങനത്തെ ഒരു മനോവിഷമം പിഷാരടിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്ന് പരസ്യമായിട്ട് പറഞ്ഞത്. അതിൽ നമുക്ക് രാഷ്ട്രീയ മര്യാദ എന്ന് പറയാം. എന്നെ അത്ഭുതപ്പെടുത്തിയത് അതേ രാഷ്ട്രീയ മര്യാദയും മാന്യതയും രമേശ് പിഷാരടിയും പുലർത്തി എന്നുള്ളതാണ്. രമേശ് പിഷാരടി പറഞ്ഞത് മനോവിഷമം ഉണ്ടായിട്ടില്ല, തോമസ് ഐസക് ക്ഷമാപണം നടത്തേണ്ടിയിരുന്നില്ല എന്നാണ്. എത്ര ഗംഭീരമായിട്ടാണ്, എത്ര സൗന്ദര്യത്തോടു കൂടിയിട്ടാണ് രണ്ടുപേരും സംസാരിച്ചെന്ന് ആലോചിക്കെ അല്ലെ? അപ്പോ ഇതാണത്. അപ്പോ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോ ആ ഒരു വീഡിയോയുടെ ഭാഗമായിട്ട് തോമസ് ഐസക് മാപ്പ് പറഞ്ഞപ്പോൾ പിഷാരടി ചേട്ടൻ പറയുന്നത്, അയ്യോ മാപ്പൊന്നും പറയേണ്ട ആവശ്യമൊന്നും ഉണ്ടായില്ല, അതിനൊന്നും എന്നെ വേദനിപ്പിച്ചിട്ടില്ല, അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല എന്ന് വളരെ ഭംഗിയായിട്ട് പിഷാരടി അതിന് മറുപടി പറയുന്നു. ഞാൻ പ്രതീക്ഷിക്കുന്നത് പിഷാരടി ഒരു നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും പിഷാരടി ഇത്തവണ ആദ്യമായിട്ടാണ് മത്സരിക്കാൻ ഇറങ്ങുന്നത്. ഒരു സംശയവുമില്ലാതെ പിഷാരടി അവിടെ സീറ്റ് നേടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം നമുക്കെല്ലാവർക്കും ഇപ്പോഴും അറിയുന്ന അവിടെ പിഷാരടിയെ മാത്രമാണ്. മറ്റാരെങ്കിലും അവിടെ മത്സരിക്കുന്നുണ്ടോ എന്ന് പോലും നമുക്കിപ്പോഴും ഒരു പിടുത്തമില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് പിഷാരടി തീർച്ചയായിട്ടും അവിടെ ജയിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ, മാന്യമായിട്ടുള്ള വർത്തമാനങ്ങളൊക്കെ അത്യാവശ്യം ജനപ്രീതി കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് ഇപ്പോഴത്തെ ഒരു നിലവാരം വെച്ച് നോക്കുമ്പോൾ മിക്കവാറും പിഷാരടി ജയിക്കും. പക്ഷേ അതിനൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കോൺഗ്രസ്സിൽ ഇങ്ങനത്തെ ചില ആളുകളില്ലേ, അനൂപിനെ പോലെ ചില ആളുകൾ കോൺഗ്രസിന്റെ നിലവാരം വീണ്ടും 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 ഇടിച്ച് താഴ്ത്തുമെന്നുള്ളത് മറ്റും സംഭവിക്കല്ലേ. ഇനിയിപ്പോൾ പിഷാരടി ജയിച്ച എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്ന രീതിയിൽ കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കോൺഗ്രസിനൊരു തരിമ്പും കഴിയില്ല. കാരണം അവരിപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചർച്ചയ്ക്ക് ഇപ്പോഴും ഒരു അവസാനമായിട്ടില്ല എന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ. ബൈ.